ഹായ് സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം കളക്ടറേറ്റ് റൂട്ടിലെ ഇവിടെ CI2 ഹാളിന് സമീപമുള്ള ഒരു സ്ഥലത്താണ്. ഇത് നമ്മുടെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരി സഹോദരിയാണ്. സഹോദരി ആള് സംസാരിക്കത്തില്ല. ഇത് അദ്ദേഹത്തിൻ്റെ മകളാണ്. ഇവിടെ കരിക്കിൻ്റെ കച്ചവടമാണ് ഇവർ ചെയ്യുന്നത്. ഞാനിവിടെ നാടകം കളിക്കാൻ വരുമ്പോഴത്തേക്ക് പരിചയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 2 വർഷമായിട്ട് എനിക്ക് ഈ സഹോദരി അറിയാം. പക്ഷെ ഞാനിപ്പോൾ വന്നപ്പോൾ നിർഭാഗ്യവശാൽ ഇവിടെ കരിക്കൊന്നും ഇല്ല. കരിക്ക് തീർന്നു പോയി. കരിക്കിൻ്റെ ഈ കൊമ്പുകൾ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ വൈകുന്നേരം ഉച്ചയോടുകൂടിയേ വരുമെന്നാണ് രാഗിണി പറഞ്ഞത്. രാഗിണി, ഈ സഹോദരിയുടെ പേരെനിക്ക് അറിയില്ലായിരുന്നു. ആള് സംസാരിക്കത്തില്ല. പിന്നെ പേര് ഞാൻ ചോദിച്ചപ്പോൾ മൊബൈലിൽ ഇങ്ങനെ എടുത്ത് കാണിച്ചേ. എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി പേരൊന്ന് പറയാം. പേര് 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 അല്ല, മൊബൈലിൽ കാണിയത് രാഗിണി നേരത്തെ എന്നെ കാണിച്ചതുപോലെ. മോള് പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നോ? ഇത് രാഗിണിയുടെ മകളാണ്. അദ്ദേഹം പേര് അനില എന്നാണ് പറഞ്ഞത്. ഇത് രാഗിണിയുടെ പേര് ചോദിച്ചപ്പോൾ എന്നെ കാണിച്ചതുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റിയത്. രാഗിണി കാണാമോ? രാഗിണി എന്നാണ് പേര്. ഇവിടെ കരിക്ക് തീർന്നു പോയി. ഇപ്പോൾ ഉച്ചയോടുകൂടി വരും എന്നാണ്, ഫോൺ വിളിച്ച് വരുമെന്നാണ് പറയുന്നത്. എൻ്റെ സമയം ശരിയല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ കളക്ടറേറ്റിൽ ഒരു ആവശ്യമായിട്ട് വന്നതാണ്. വന്ന സമയത്ത് ഞാനിങ്ങനെ രാഗിണിയെ ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു ഇങ്ങോട്ട് വരണമെന്ന്. ഇപ്പോൾ ഇവിടെ കരിക്കില്ല, കരിക്ക് തീർന്നു പോയി. സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ വഴി വരുമ്പോൾ ഈ സഹോദരിയുടെ കടയിൽ നിന്നും കരിക്ക് മേടിക്കണം. ഈ സഹോദരിയുടെ കടയിൽ നിന്ന് കരിക്ക് മേടിച്ച് കുടിക്കണം. ഈ റൂട്ട് കൊല്ലം ആലപ്പുഴ റൂട്ട് നമ്മൾ കൊട്ടിയത്തുനിന്ന് കൊല്ലം കളക്ടറേറ്റ് വഴി പോകുന്ന സമയത്ത് ഈ കടയിൽ വന്ന് ഈ കരിക്കൊക്കെ മേടിച്ച് കുടിച്ച് ഈ സഹോദരിയെ നിങ്ങൾ സഹായിക്കേണ്ടതാണ്. സഹോദരിയുടെ മകളാണ് ഇത്. അനില എന്നാണ് മോള് എന്നെ കയ്യിൽ ഇങ്ങനെ പേര് എഴുതി കാണിച്ചത്. തീർച്ചയായിട്ടും ഈ കുടുംബത്തിൻ്റെ വരുമാന മാർഗമാണ് ഇതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. രാഗിണിയെ ഞാനിവിടെ നാടകമൊക്കെ കളിക്കാൻ വന്നപ്പോൾ CI2 ഹാളിൽ നാടകം കളിക്കാൻ വന്നപ്പോൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കൂട്ടായി കരിക്കൊക്കെ മേടിച്ച് കുടിച്ചിട്ടുണ്ട്. അന്ന് മുതലേ എൻ്റെ ചങ്കാണ് രാഗിണി. തീർച്ചയായിട്ടും ഇവിടെ വന്ന് നിങ്ങൾ കരിക്കെല്ലാം മേടിച്ച് കുടിച്ച് സഹായിക്കണം. ഈ കുടുംബത്തിൻ്റെ വരുമാന മാർഗമാണ് ഇതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വഴി കൊല്ലം റൂട്ട് നിങ്ങൾ കൊട്ടിയത്തുനിന്ന് കൊല്ലം റൂട്ട് യാത്ര ചെയ്യുമ്പോൾ കളക്ടറേറ്റ് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ CI2 ഹാളിൽ ഹൈസ്കൂൾ ജംഗ്ഷനിൽ CI2 ഹാളിൻ്റെ ഇപ്പുറത്താണ് ഈ കട. ഒരു ഏർമാട കടയിലാണ്, ഈ പെട്ടിക്കടയിലാണ് രാഗിണിയുടെ കരിക്ക് കച്ചവടം നടക്കുന്നത്. നിങ്ങൾ വന്ന് ഈ കടയിലുള്ള എന്ത് സാധനങ്ങളും, മുട്ടായിയൊക്കെ ഉണ്ട്. നല്ല നാരങ്ങ മിഠായി, നമ്മുടെ പഴയകാല ഓർമ്മയ്ക്ക് നാരങ്ങ മിഠായി, ഗ്യാസ് മിഠായിയൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾ വന്ന് ഈ സഹോദരിയെ സഹായിക്കണം, ഹെൽപ്പ് ചെയ്യണം. ഈ കുടുംബത്തിൻ്റെ വരുമാന മാർഗമാണിത്. ഓക്കെ, ഒരു ഹായ് പറ. ഹായ്, ഒരു ഹായ് പറയടാ സുഹൃത്തുക്കളെ. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. എല്ലാവർക്കും സന്തോഷമായിട്ട് ഈ സഹോദരിയെ സഹായിക്കാൻ നമ്മളെപ്പോലെയുള്ള സംസാരശേഷിയുള്ള മനുഷ്യർ വന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, ബായ്. ഇതുവഴി നടന്നു പോയപ്പോൾ ഇവിടെ കരിക്ക് വിൽക്കുന്നത് കണ്ട് അങ്ങനെ പരിചയപ്പെട്ടതാണ്. പിന്നെ ഇപ്പോൾ ഒരു ഏകദേശം 2 വർഷമായി കൂട്ടല്ലേ ഞങ്ങൾ കൂട്ടാണ്. മകളെ ഇന്നാണ് ഞാൻ കാണുന്നത്. മോളെ മാസ്ക് ഒന്ന് മാറ്റാമോ? അനിലയും സംസാരിക്കത്തില്ല, അവൾ പഠിക്കുകയാണ്. ഞാൻ പഠിക്കുകയാണോന്ന് വെച്ചപ്പം പേരാണ് മോളെ എഴുതി കാണിച്ചത്. അനില, മോളെ പേര് അനിലാണ്. ഇത് രാഗിണി. എനിക്ക് ഇവരോട് സംസാരിക്കാൻ അറിയാത്തതുകൊണ്ട് പേര് വെച്ചപ്പോൾ രാഗിണി മൊബൈലിൽ ഇത് കാണിച്ചു തന്നിട്ടാണ് എനിക്ക് മനസ്സിലായത്. എന്തായാലും ഈ സഹോദരങ്ങളുടെ കുടുംബത്തിൻ്റെ അത്താണിയാണ്, ഈ മകളുടെ കുടുംബത്തിൻ്റെ അത്താണിയാണ് ഈ രാഗിണി. ഇവിടെ ഇപ്പം കരിക്ക് തീർന്നുപോയി. രാഗിണി ഫോൺ വിളിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വീഡിയോ കോൾ വിളിച്ചിട്ട് സാധാരണ
കരിക്കിന് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇതുവഴി ആരെങ്കിലും പോകുമ്പോഴത്തേക്ക് ഈ കടയിൽ വന്ന് കരിക്ക് മേടിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ കുടുംബത്തിനെ നമുക്ക് ഇങ്ങനെ സഹായിക്കാൻ പറ്റുള്ളൂ. ഓക്കെയാണ്. എല്ലാവരും അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം. ഓക്കെ.